ഹായ് മക്കളെ, ഇന്ന് സാറ് വന്നിരിക്കുന്നത് റെക്കറൻസ് റിലേഷൻ ഓൺ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നിങ്ങൾക്കറിയാം, റെക്കറൻസ് റിലേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എല്ലാ JEE മെയിൻ എക്സാമിനേഷൻസും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇന്നത് എടുത്തു കൊണ്ടുവരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ റെക്കറൻസ് റിലേഷൻസിൻ്റെ കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പലതവണ പ്രീവിയസ് ഇയർ JEE മെയിനിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അധികം സമയം കളയാതെ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. റെക്കറൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടാവും, AX² + BX + C = 0. ഇതിൻ്റെ റൂട്ട്സുകൾ ആൽഫ ആൻഡ് ബീറ്റ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് അവർ കണ്ടീഷൻ ഈസ് SN എന്നോ PN എന്നോ നമുക്ക് തരും. K1 alpha raised to n plus K2 beta raised to n, where K1 and K2 are any real numbers. So our relation is എന്ത് ചെയ്യും? X² കാണുന്നുണ്ട്, അത് റീപ്ലേസ് ചെയ്യും. A × PN + Q പ്ലസ് എക്സിൻ്റെ കൊയഫിഷ്യൻ്റ് B എഴുതും. എക്സ് റീപ്ലേസ് ചെയ്തിട്ട് എന്തെഴുതും? PN + 1 C × കോൺസ്റ്റൻ്റ് ടേം, അതിൻ്റെ കൂടെ PN = 0. ഇതാണ് റെക്കറൻസ് റിലേഷൻ. പക്ഷെ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലാതെ ഇതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ JEE മെയിനിന് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ശ്രദ്ധിച്ചിരിക്കും മക്കളെ. ഇത് 2024 JEE മെയിനിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇക്കഴിഞ്ഞു പോയ വർഷമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് റെക്കറൻസ് റിലേഷൻ ആണ് എന്ന് നമുക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം, അല്ലേ? എന്നാൽ തന്നെ ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് കണ്ടോ? ഇങ്ങനെയാണ് ഒരു ക്വാഡ്രാറ്റിക് തന്നിരിക്കുന്നത്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ മിനിമം വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് കണ്ടാൽ നമ്മളൊന്ന് പേടിക്കും, അല്ലേ? വേണ്ട, നമുക്ക് റെക്കറൻസ് റിലേഷൻ ഒന്ന് എഴുതി നോക്കിയാൽ എന്താ കുഴപ്പം? നോക്കൂ, X² റീപ്ലേസ് ചെയ്തു, AN + 2 മൈനസ് T² - 5T + 6 × AN + 1 പ്ലസ് കോൺസ്റ്റന്റ് ടേം 1 × AN = 0. ശരിയല്ലേ? ഇനി നമുക്ക് നോക്കൂ, 2023, 2025, 2024. അപ്പം നമുക്ക് ലീസ്റ്റ് വാല്യൂ അങ്ങോട്ട് കൊടുത്തു നോക്കാം. എന്നിന് എന്താ? 2023. അപ്പോൾ A2025 മൈനസ് T² - 5T + 6 A2024 പ്ലസ് A2023 = 0. കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാൽ നോക്കൂ, 2023 + 2025 കണ്ടോ? ഇത് രണ്ടും കൂടി ഇരും. അപ്പം A2025 പ്ലസ് A2023 = T² - 5T + 6 × A2024 ആണ്. അത് നേരെ ഇങ്ങോട്ട് വരട്ടെ. അപ്പം എന്തായി? ഡിവൈഡഡ് ബൈ A2024 ആയി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവൻ്റെ മിനിമം വാല്യൂ ആണ്. ശരിയല്ലേ? ഇവനാണ് ഇവൻ. അപ്പം ഇനി ഇവൻ്റെ മിനിമം വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആരാണവൻ? T² - 5T + 6. ഇത് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്തൂടെ? അപ്പോൾ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ പഠിച്ചാലോ? എങ്ങനെയാണ് ക്വാഡ്രാറ്റിക്കിൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കുക? ഒന്ന്, നമുക്കിതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാം ത്രൂ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്. എക്സിൻ്റെ കൊയഫിഷ്യൻ്റ് -5/2, ആ -5നെ പകുതിയാക്കിയാൽ -5/2, അതിനെ സ്ക്വയർ ചെയ്താൽ 25/4, അല്ലേ? അപ്പം നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്താ? 25/4 ആണ്. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കുവാൻ വേണ്ടി നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ഞാൻ 25/4 ആഡ് ചെയ്തു, +6,
അത് ബാലൻസ് ചെയ്യാൻ -25/4. അപ്പം ഇതെന്തായി മക്കളെ? ഒരു പെർഫെക്റ്റ് സ്ക്വയറായി ആദ്യത്തെ 3 ടേം. എങ്ങനെയാണ്? ടി ഈ സൈൻ അതേപോലെ തന്നെ ഇടണേ, മൈനസ് പ്ലസ് ഇട്ട് പോകരുത്, ഇതേ സൈൻ. ഇനി 5/2, 25/4 എന്ന് പറഞ്ഞാൽ 5/2 ആണ്, ഹോൾ സ്ക്വയർ ഇട്ടേക്കുക. ഇത് 24 - 25 മൈനസ് എന്താവും? 1/4 ആവും. ഇനി നോക്കൂ, ഈ സാധനം ഉണ്ടല്ലോ, ഇതൊരു സ്ക്വയർ അല്ലേ? നമുക്കറിയാലോ, സംതിങ് സ്ക്വയർ എന്ന് വന്നാൽ അതിൻ്റെ മിനിമം വാല്യൂ 0 അല്ലേ? നെഗറ്റീവ് ആവൂലല്ലോ അതൊരിക്കലും. 0 അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ ഇവൻ്റെ മിനിമം വാല്യൂ ആണ് 0 കേട്ടോ. ഇവൻ്റെ മിനിമം വാല്യൂ 0 ആണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 0 - 1/4 എന്ന് വരും അല്ലേ? അപ്പം എന്താവും? -1/4 ആണ് മിനിമം വാല്യൂ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ റെക്കറൻസ് റിലേഷൻസിന് പ്രതീക്ഷിക്കണം മക്കളെ. ജെഇ മെയിൻ 2022 കണ്ടോ, ഇവനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇത് റെക്കറൻസ് റിലേഷൻ ആണെന്ന്. പക്ഷെ ആ റെക്കറൻസ് റിലേഷന് വേണ്ടിയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്കില്ല. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്നല്ലേ നമ്മൾ ആ റിലേഷൻ എടുത്തെഴുതാൻ പോകുന്നത്. പക്ഷെ അത് നമ്മളെ കയ്യിലില്ല. അപ്പം നമുക്കറിയാവുന്ന കണ്ടീഷൻ നമുക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് നോക്കിയാലോ. ax² + bx + c = 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനിലാണ് എന്ത് വരിക? pn അല്ലെങ്കിൽ sn എന്നൊക്കെ പറഞ്ഞിട്ട് k1α⁴n + k2β⁴n. ഇതാ ഇവരതല്ലേ തന്നിരിക്കുന്നത്. pn എന്ന് പറയുന്നതിന് പകരം നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ α n എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഇതാ k1α⁴n എന്ന് പറഞ്ഞാൽ 19n ആണ്. k1 1 ആണ്, k2 എന്താ -1 ആണ് അല്ലേ? അപ്പം k1 ഉം k2 ഇവിടെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. മക്കൾ നോക്കൂ, വാട്ട് ഈസ് ആൽഫ പറഞ്ഞ് റൂട്ടുകൾ പറഞ്ഞ്. ആൽഫ എന്താ? 19 അല്ലേ? ബീറ്റ എന്താ? 12 അല്ലേ? ബീറ്റ 12, k2 -1 ആയിട്ട് കൺസിഡർ ചെയ്താൽ ബീറ്റ 12 ആണ്. k1 ഉം k2 ഉം റിയൽ നമ്പേഴ്സ് അല്ലേ? അപ്പോൾ ആൽഫയും ബീറ്റയും ആയില്ലേ? ആൽഫയും ബീറ്റയും ആണെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² - സം ഓഫ് ദ റൂട്ട് 31 അല്ലേ? 31 പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട് 228 = 0. 19 × 12 എത്രയാ? 228 അല്ലേ? 108 21. യെസ്, 108 8 12 12 പ്ലസ് 10 22. യെസ്, 228 = 0. ക്വാഡ്രാറ്റിക് കിട്ടി. ആ ക്വാഡ്രാറ്റിക് കിട്ടിയാൽ നമുക്ക് റെക്കറൻസിലേക്ക് പോകാം. Sn + 2 ആൽഫ എന്നാണ് അവിടെ തന്നിരിക്കുന്നത്. ശരി, α_n + 2 -31 α_n + 1 + 228 α_n = 0. എന്താ കണ്ടുപിടിക്കേണ്ടത് നോക്കിയേ. എന്താണ്? 31 α9 - α10 അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇവരെ രണ്ടുപേരെയും അങ്ങോട്ടേക്ക് എടുക്കാം. കാരണം 31ൻ്റെ ഇത് സൈൻ പോസിറ്റീവ് ആണല്ലോ. അപ്പം 228 α_n = 31 α_n + 1 -α10 അല്ലേ? α10 അല്ല, സോറി, α_n + 2. സോറി, α_n + 2. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ α_n = അല്ല, നോക്കൂ, ഇനി വാല്യൂസ് നോക്കാം. 228 α_n = 31. ഇത് അങ്ങോട്ടേക്ക് പോയി. ഇനി നമുക്ക് 8 9 10 ആണ്. കണ്ടോ, 8 9 10 ആണ്. അപ്പം നമുക്ക് അതിൽ ലീസ്റ്റ് വാല്യൂ നമുക്ക് കൊടുത്തു നോക്കാം അല്ലേ? എന്താ ലീസ്റ്റ് വാല്യൂ? 8. അപ്പം 228 α8 = 31 α9 - α10.
അപ്പോൾ 228 ഇസ് ഈക്വൽ ടു 31 ആൽഫ 9 മൈനസ് ആൽഫ 10 ഡിവൈഡഡ് ബൈ ആൽഫ 8. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ ആൽഫ 8 ഉണ്ട്. അപ്പം അത് 228 ആണ്. പക്ഷെ ഇവിടെ എന്തുണ്ട്? 57 ആൽഫ 8 എന്നുണ്ട് അല്ലേ? അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഇതാ ഒരു 57, ഇവിടെയും ഒരു 57. അപ്പം 228. അപ്പം നമുക്ക് കിട്ടിയതായില്ലേ നോക്കിയേ. 31 ആൽഫ 9 മൈനസ് ആൽഫ 10 ഡിവൈഡഡ് ബൈ 57 ആൽഫ 8 ആയി. അപ്പം 228/57 ആണ്. അപ്പം അതിൻ്റെ ആൻസർ എന്താ? 4 ആണ്. കണ്ടോ? അപ്പം ഇവൻ്റെ ആൻസർ 4 കിട്ടിയില്ലേ? അപ്പം ഇതെന്താണ്? ആ കണ്ടീഷൻ തന്നിട്ട് അതിൽ ആൽഫയും ബീറ്റയും, അതായത് ആ റൂട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ക്വാഡ്രാറ്റിക് ഉണ്ടാക്കി റെക്കറൻസ് വന്നിട്ട് നമ്മൾ വാല്യൂ കൊടുത്ത് ഇവനിലേക്ക് അതിന് എത്തിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ റെക്കറൻസ് റിലേഷൻസ് എന്ന് പ്രതീക്ഷിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് മക്കളെ.